ഹായ് ഫ്രണ്ട്സ്, ബി ടോക്ക് വിത്ത് സജിന, ബിഗ് ബോസ് ടോക്ക് വിത്ത് സജിന. എല്ലാവർക്കും സ്വാഗതം. ബിന്ന് ഷോർട്ടായിട്ട് പറയണ ബിഗ് ബോസിനെ ബി എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെയാണ് സംസാരിക്കാറ്. പിന്നെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് കണ്ട് മലയാളം ബിഗ് ബോസിനോട് ആരാധന കൂടി വരികയാണ്. എന്താന്ന് പറഞ്ഞാൽ വഴക്കും വക്കാണോ ഒന്നും ഇല്ലാതെ എന്ത് ബിഗ് ബോസ് അല്ലേ. നമ്മുടെ രഞ്ജിനി ഹരിദാസിനോടൊക്കെ ആദ്യമായിട്ട് ബഹുമാനം തോന്നി തുടങ്ങുകയാണ്. എന്താന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരിക്കുമ്പോൾ വീട് നല്ല ബഹളവും ഒച്ചയും അനക്കവും അങ്ങനെ സൂപ്പറായിരുന്നു. അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നും നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ ഇല്ല എന്ന് പറഞ്ഞതിൽ ഭയങ്കര സങ്കടമാണ്, ഒത്തിരി സങ്കടമാണ്. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് കാണുന്നില്ലേ? നമ്മൾ എല്ലാവരും കാണുന്നത് തന്നെ അവരുടെ അടിയും പിടിയും, അവരുടെ ഫേസ് മാസ്ക് കഴിഞ്ഞ് വീഴുന്നത്. കാരണം അവരുടെ എന്താ പറയുക, റിയൽ ആയിട്ടുള്ള ഒരാൾ പുറത്ത് വരുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ വീട്ടിൽ എങ്ങനെയാണോ, വീട്ടുകാരുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത്, അത് നമുക്ക് കറക്റ്റായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവരുടെ റിയൽ ഫേസ് നമുക്ക് കാണാൻ പറ്റും. സെലിബ്രിറ്റി അല്ലെങ്കിൽ പുറത്ത് അവർ എന്ത് പ്രൊഫഷനാണോ അതിൽ നിന്ന് വിട്ടിട്ട് അവരെങ്ങനെയാണോ റിയൽ ആയിട്ട് അവരെങ്ങനെയാണോ അത് കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല എന്നാണ് ഈ തമിഴ് സീസൺ 5ൻ്റെ പ്രത്യേകത. എങ്ങനെയും അവർ ആ ഒരു അറ്റംപ്റ്റിൻ്റെ അവിടെ ആ മുൾമുനയിൽ എത്തി നിൽക്കും, വഴക്കിൻ്റെ ആ ഒരു വക്കിലെത്തി നിൽക്കും. കോംപ്രമൈസ് ചെയ്യാൻ ചുറ്റും ആളുകൾ വരും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറത്താൻ ആളുകൾ വരും. അതങ്ങനെ സോൾവ് ആയി വിടും. നമ്മുടെ അണ്ണാച്ചിയൊക്കെ മെയിനാണ്, ഫസ്റ്റായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ സമാധാനിപ്പിച്ച് വിടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രഞ്ജിനി ഹരിദാസിനെ പോലെ വോയിസ് ലൗഡ് ചെയ്ത് വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്നെയൊക്കെ ബിഗ് ബോസിൽ വിടണമായിരുന്നു, ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. തമിഴ് ബിയിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഉറപ്പായാലും പോകും, കാണിച്ചു കൊടുക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ പ്രേക്ഷകരിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ സമാധാനവും കാര്യങ്ങളും കേൾക്കാനല്ലല്ലോ അല്ലേ. എൻ്റർടൈൻമെൻറ്റ് വേണം. അതിലുപരി അവരവരുടെ കാര്യങ്ങൾ പറയാനോ അവരവരുടെ സ്റ്റാൻഡിൽ എന്താ പറയുക ഉറച്ചു നിൽക്കാനുള്ളതൊന്നുമില്ല. ഇന്നൊരാൾ പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ പോവും, ആ ഒരാൾ പറഞ്ഞാൽ വേറെ മൈൻഡിൽ പോവും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബി ഹൗസ് നടക്കുന്നത്. എന്തായാലും 30 ദിവസമായി. 30ാമത്തെ ദിവസം എന്തൊക്കെയാണ് ബി ഹൗസിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. പാവനിയും ശ്രുതിയും എനിക്ക് പാവം തോന്നി, പാവനിയെ തോന്നി. ഫസ്റ്റ് ടൈമാണ് തോന്നിയത്. ഫസ്റ്റ് സീസണിൽ തോന്നി, ഫസ്റ്റ് വീക്കിലൊക്കെ പാവനിയുടെ കഥ പറഞ്ഞപ്പോൾ തോന്നി. പിന്നെ നമ്മുടെ ഒരു യൂട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷം മൂടി പാവനി എന്ന് പറഞ്ഞിട്ട്. വിഷം മൂടിയാണ് പാവനി, അത്രയും വിഷമാണ്, കൊടിയ വിഷമാണ് പാവനി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് തംബ്നെയിൽ വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം പാവനിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് എവിടെയെന്ന് പറഞ്ഞാൽ പുലർച്ചെ, അത് എത്ര മണിയാണെന്ന് പോലും നമുക്ക് അറിയില്ല, പുലർച്ചെ എണീറ്റിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. നിരൂപ് അവനാണല്ലോ കോയിന് വെച്ചിരിക്കുന്നത്, ബെഡ്റൂം ഏരിയയിൽ കോയിൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിരൂപിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് പാവനിയും ശ്രുതിയും ചേർന്നിട്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴോ എണീറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു, അവന് ബെഡിൽ കൊടുത്ത്. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് പാട്ട് എപ്പോഴാണോ പ്ലേ ചെയ്യുന്നത് അപ്പോൾ കൊണ്ടുപോയി സെർവ് ചെയ്യൂ, ബെഡ് കോഫിയും കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് സെർവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇവർക്ക് മനസ്സിലായതിൻ്റെ തെറ്റാണോ എന്നറിയില്ല. പിന്നീട് നിരൂപ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളത്. അങ്ങനെ അവർ സെർവ് ചെയ്തുകൊണ്ട് പിന്നെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനൊക്കെ ശേഷമാണ് ബിഗ് ബോസ് പാട്ട് ഇട്ടത്. മാരി സോങ് ആയിരുന്നു. മാരി സോങ്ങിൽ എല്ലാവരും എണീറ്റു. പിന്നെ നമ്മുടെ വരുൺ ക്യാപ്റ്റനാണല്ലോ, ക്യാപ്റ്റനെ മാറ്റിയല്ലോ. വരുൺ പിന്നെ എക്സസൈസ് ഒക്കെ എല്ലാവർക്കും ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മൈക്ക് ഊരി, വരുൺ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൈക്ക് ഊരി. അല്ല, ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു എൻ്റെ എപ്പിസോഡ് ആരും കാണുന്നില്ലെങ്കിലും ബിഗ് ബോസ് ഇരുന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കില്ല. ഇന്നലെ മുഴുവൻ മൊത്തം പണിഷ്മെൻ്റ് ആയിരുന്നു. എന്താണെന്നറിയില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ, ഇവരത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബിഗ് ബോസ് മൈക്ക് ഊരി പറഞ്ഞിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തു. ഇങ്ങനെ ഇടില്ലേ, ആ സംഭവം കൊടുത്തു. 10 പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവന് നമ്മുടെ വരുണിന് പണിഷ്മെൻറ്റ് കൊടുത്തു. പിന്നെ ഡ്രസ്സ് മാറ്റാനുള്ള ടൈം നമ്മുടെ നിരൂപ് കൊടുത്തു. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് മാറ്റണം, ഡ്രസ്സ് മാറ്റി കഴിയാതെ അവസാനം വരുന്നവർ. അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ കമൻറ്റ് തന്നെയായിരുന്നു.
ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഡ്രസ്സ് മാറ്റാൻ എല്ലാവർക്കും ഇത്ര സമയം കൊടുക്കും, ബെഡ്റൂം ഏരിയ യൂസ് ചെയ്യാൻ ഇത്ര സമയം കൊടുക്കും. ആ ടൈമിൻ്റെ ഉള്ളിൽ മാറ്റി കഴിയാതെ അവസാനം വരുന്നവർ സൈറൺ മുഴങ്ങും. ആ അവസാനത്തെ സൈറണിൽ വരാത്തവർ ആരാണോ അവർക്ക് പണിഷ്മെൻറ്റ് എന്താണെന്നല്ലേ? പാവയ്ക്ക, ഗാർലിക് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത് ഏതെങ്കിലും പച്ചയ്ക്ക് കഴിക്കുക. അത് അഭിനയ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടവരാരൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ മധുമിത, പാവനി, ശ്രുതി, ഇവർ 3 പേര് പെട്ടു. ഇവർ 3 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു നല്ലൊരു പണിഷ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞ അതേ കാര്യം ഇസൈ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു. കാരണം ഞാൻ ഇന്നലെയാണോ പറഞ്ഞു മിനിഞ്ഞാന്നാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇസൈയുടെ ആ കോയിനെ വെച്ച സമയത്ത്, കിച്ചൺ ഏരിയയിൽ കോയിൻ വെച്ച സമയത്ത് ബിഗ് ബോസ് ഇത്ര നിയമങ്ങളൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നിരൂപിൻ്റെ കോയിൻ വെച്ച സമയത്ത് ബിഗ് ബോസ് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും നിയമവലിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇറക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇസൈ പറയുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊന്നും ഇല്ല, ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഇവളൊരു പെണ്ണ് അങ്ങനെയല്ലേ എന്നുള്ളൊരു താഴ്ത്തിയ ഒരു രീതിയിലായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം എന്നുള്ളത് ഇസൈക്ക് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അണ്ണാച്ചി ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു താമരയൊക്കെ, നീ ഇങ്ങനെയൊന്നും പാവമായിരുന്നാൽ പറ്റില്ല. താമര എന്ത് പാവം എന്നാ പറയണത്? താമരയുടെ ഫേസൊക്കെ പുറത്ത് വരുന്നുണ്ട്, അത് അറിയാണ്ടാണ്. ഇത്രയും നാളും നമ്മളാണ് വിചാരിച്ച് താമര പാവമാണ്, ഇന്നസെൻ്റ് ആണെന്ന്. ഒന്നുമല്ല, പുറത്ത് വരുന്നുണ്ട്, അതറിയാൻ പോകുന്നേ ഉള്ളൂ എല്ലാവരും. അപ്പോൾ താമര ഇത്ര പാവമാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണാച്ചി ഉപദേശമൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പിന്നെ ടാസ്ക് കൊടുത്തു ഇന്നലെ, സിനിമ എന്നാണ് ടാസ്ക് കൊടുത്തത്. അത് ഒരാൾക്ക് ഓരോ വേഷം, നമ്മുടെ തമിഴ് സിനിമയിൽ തന്നെ ഓരോരുത്തരുടെ വേഷം. നമ്മുടെ സിബിക്ക് കൊടുത്തത് രജനീകാന്തിൻ്റെ ആയിരുന്നു, പടയപ്പ സിനിമയിലെ ആ വേഷമായിരുന്നു. പിന്നെ നമ്മുടെ അക്ഷരയ്ക്ക് കൊടുത്തത് രമ്യ കൃഷ്ണൻ്റെ ഒരു റോളില്ലേ, അതായിരുന്നു. പിന്നെ ഇസൈ വാണിക്ക് കൊടുത്തത് ചന്ദ്രമുഖിയുടെ വേഷമായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ വേഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാട്ട് വരുമ്പോൾ ഇവർ ഡാൻസ് കളിക്കണം. പിന്നെ ആ ടാസ്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രീസായിട്ട് നിൽക്കില്ലേ, എല്ലാ കണ്ടസ്റ്റൻറ്റും ഫ്രീസായി നിൽക്കുക. ഒരാളുടെ പേര് പറയും, അവർ പോയിട്ട് 2 പേരെ ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, ഇമോഷണലി എന്തെങ്കിലും ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ 2 പേരെ ആ തരുന്ന സമയത്തിനുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ്. നമ്മുടെ പാവനിയുടെ പേരായിരുന്നു ഫസ്റ്റ് പറഞ്ഞ. പാവനിയുടെ ആരും ചിരിച്ചില്ലെങ്കിൽ, പാവനി തലകുത്തി നിന്നാലും കണ്ടസ്റ്റൻസ് ഒന്നും ചിരിക്കില്ല. ആ ഒരു റേഞ്ചും ഇമേജും പാവനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ. കാരണം കോമഡി എന്ന് പറയുന്ന പാവനി പറയേ ഇല്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് പാവനി. അപ്പോൾ പാവനി ചിരിപ്പിക്കാൻ നോക്കി, നടന്നില്ല. പാവനിക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു. ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നവർ റെഡ് കാർപ്പറ്റ് വിരിച്ച് അവരെ ആ വഴി കൊണ്ടുവിടുക എന്നുള്ളത്. അവർ നടക്കുന്ന വഴിയിൽ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുക, അതായിരുന്നു പാവനിക്ക് കിട്ടിയത് പണിഷ്മെൻറ്റ്, അതായിരുന്നു. അങ്ങനെ ആ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മുടെ നിരൂപ് മീശയും താടിയൊക്കെ എടുത്തു. നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ. നിരൂപിന് കിട്ടിയ വിഷം അമ്പിയായിരുന്നു, നമ്മുടെ റെമോ അമ്പി അതില്ലേ, അതായിരുന്നു കിട്ടിയത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിരൂപ് ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു, താമരയും മധുമിതയും കൂടി വഴക്കാവുന്ന ഒരു പ്രാങ്ക്. അതിൻ്റെ ഇടയിൽ ചിരിയും കാര്യങ്ങളൊക്കെ വന്നു. കാരണം ഹൗസ് മേറ്റ്സിനെ ഒന്ന് പറ്റിക്കാന്നുള്ളൊരു രീതിയിലൊരു പ്രാങ്കാണ്. പ്രാങ്ക് അല്ലാതെ വല്ല വഴക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ നിരൂപേ? നടക്കും തോന്നില്ല അല്ലേ? എന്തായാലും നോക്കാം. പ്രാങ്ക് പോലെ പ്ലാൻ ചെയ്തു. ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അധികമില്ല, കുറച്ച് പേര് വിശ്വസിച്ചു, കുറച്ച് പേര് വിശ്വസിച്ചില്ല. അല്ലാണ്ട് കാര്യമായിട്ട് ബിഗ് ബോസിൽ ഒന്നും തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എന്തായാലും മലയാളി ബിഗ് ബോസ് വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റർടൈനിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഷോ ചെയ്യുമ്പോൾ തന്നെ ഒരു എൻ്റർടൈനിങ് ഫാക്ടർ എന്തെങ്കിലും വേണ്ടേ? അതിലൊന്നും തമിഴ് ബിഗ് ബോസിൽ കാണുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും തമിഴ് ബിഗ് ബോസിൻ്റെ ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. കാരണം അവർക്ക് എത്തട്ടെ. അവർ കമൻസ് കൊടുക്കും, എന്തായാലും അവരെ അറിയിക്കും. കാരണം വീട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെയാണെങ്കിൽ എന്തായാലും ബിഗ് ബോസ് അവരെ അറിയിക്കും. സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും അവരെ അറിയിക്കാനുള്ള രീതികളുണ്ട്. അതിനനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കട്ടെ. എന്നാലേ അവർ തമ്മിലൊരു എന്താ പറയുക, ഉള്ളിലിരിക്കുന്ന കാര്യം പുറത്ത് വന്നാലേ അവരുടെ ഫേസ് കറക്റ്റായിട്ട് അറിയുള്ളൂ. എന്നാലും വരും ദിവസങ്ങളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരുമിച്ച് കാണാം. എല്ലാവരും BB ഹൗസ് 5 സീസൺ 5 തമിഴ് കാണാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.